ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഞായറാഴ്ച കർത്താവിൻ്റെ തിരുഹൃദയ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഞായറാഴ്ച നമുക്കായി നൽകപ്പെടുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നുള്ളതാണ്. കർത്താവിൻ്റെ പീഡകളുടെ അവസാനം, അവിടുത്തെ കുരിശുമരണത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. പിറ്റേന്ന് ശാബതമാകയാൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂദന്മാർ പറഞ്ഞു. അതിന് പ്രകാരം യേശുവിനോടുകൂടെ തറയ്ക്കപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കണ്ണുകാലുകൾ തകർത്തു ശരീരം താഴെയിറക്കി. യേശു പണ്ട് മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണ്ണങ്കാലുകൾ തകർത്തില്ല. എന്നാൽ പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ അവിടെ നിന്നും രക്തവും വെള്ളവും ഒഴുകി എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുന്നു. രക്തം ജീവൻ്റെ പ്രതീകമാണ്, വെള്ളം ശുദ്ധീകരണത്തിൻ്റെ പ്രതീകവുമാണ്. നമ്മൾക്ക് ദൈവിക ജീവൻ സമൃദ്ധമായി നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിനെ വിശുദ്ധിയായിക്കൊണ്ട് അവിടുന്ന് അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ചിന്തി. ഇപ്രകാരം യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുമ്പോൾ യോഹന്നാൻ മനസ്സിലാക്കിയ ഏറ്റവും മഹത്തരമായ രണ്ട് കാര്യങ്ങൾ: ദൈവം സ്നേഹമെന്നറിഞ്ഞു, സ്നേഹം സഹനമാണെന്നറിഞ്ഞു. കുത്തി തുറക്കപ്പെട്ട യേശുവിൻ്റെ തിരുവിലാവിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവസഹനത്തിൻ്റെ ആഴം മാത്രമല്ല, ദൈവം ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്ന സ്നേഹത്തിൻ്റെ ആഴം കൂടി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുന്ന യേശുവിൻ്റെ സ്നേഹം അത് എത്രയോ വലുതാണ്. ഒരമ്മയ്ക്ക് തൻ്റെ മകനോട് സ്നേഹം ആരംഭിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ ശിശു രൂപമെടുത്തു എന്ന് അമ്മയ്ക്ക് മനസ്സിലാക്കുന്ന നിമിഷം തൊട്ടാണ്. എന്നാൽ ദൈവസ്നേഹം അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ്. ഇപ്രകാരം ഒരു മാതൃസ്നേഹത്തിനും അപ്പുറമായിട്ട് ഈ ലോകത്തെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കഥ ഇപ്രകാരമാണ്. എല്ലാ അമ്മക്കഥകളെയും പോലെ ആ അമ്മയ്ക്ക് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് മകനും മകന് അമ്മയും മാത്രം. എന്നാൽ വളർന്നപ്പോൾ അവനൊരു പ്രണയമുണ്ടായി. പ്രണയത്തിൻ്റെ ആഴം അളക്കുവാനായിട്ട് അവനോട് ആവശ്യപ്പെട്ടത് അമ്മയുടെ ഹൃദയമാണ്. മനസ്സില്ലാ മനസ്സോടെ അവൻ അതും സാധിച്ചു കൊടുക്കുന്നുണ്ട്. അമ്മയുടെ ഹൃദയം പറിച്ചെടുത്തുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ഭ്രാന്തമായി ഓടുമ്പോൾ ഒരു വേരിൽ തട്ടി വീഴുന്നുണ്ട്. കയ്യിൽ നിന്നും തെറിച്ചുപോയ ഹൃദയമെടുക്കുവാൻ അവൻ കുനിയുമ്പോൾ അമ്മ ചോദിക്കുന്നു, മകനെ, നിന്റെ മുട്ടുകൾ വേദനിച്ചോ എന്ന്. ഇപ്രകാരം ആഴത്തിലുള്ള ഒരു അമ്മയുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ ആഴത്തിലുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഈ ഒരു ദൈവിക സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമാണ് ഈ തിരുനാളിൽ തിരുസഭ നമ്മോട് ആവശ്യപ്പെടുക. കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരീരത്തിന് പുറമേയുള്ള ഹൃദയത്തോടു കൂടിയാണ്. ഒരുപക്ഷെ ചിത്രകലയിൽ സാധാരണ മനസ്സുകൾക്ക് അരോചകമായി തോന്നാവുന്ന ഈ ചിത്രം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്രയോ മഹത്തരമായ ഒന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ മാർഗരറ്റ് മേരി അലക്കോക്ക് എന്ന വിശുദ്ധയ്ക്ക് അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ യേശുനാഥൻ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് നൽകിയ ദർശനങ്ങളുടെ വെളിച്ചത്തിലാണ് ഇപ്രകാരം ഒരു ചിത്രം കടന്നു വരിക. ഇറ്റാലിയൻ ചിത്രകാരൻ പോംപിയോ ബത്തോണി ഈ വിശുദ്ധിയുടെ ദർശനങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ രൂപമനുസരിച്ചാണ് ഇപ്രകാരം ഒരു ചിത്രം വരച്ചെടുക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം നമ്മൾക്ക് വേണ്ടി അതിയായി ത്രസിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിലൂടെ നമ്മൾക്ക് അർത്ഥമാക്കാൻ സാധിക്കുക. ഒരു സഭാപിതാവ് ഇപ്രകാരം പറയുന്നുണ്ട്: യേശുവിൻ്റെ ഹൃദയത്തെ ഭേദിച്ചുകൊണ്ടുള്ള കുന്തം അത് തറച്ചു നിന്നത് പിതാവായ ദൈവത്തിൻ്റെ ഹൃദയത്തിലായിരുന്നുവെന്ന്. ഇപ്രകാരം ലോകത്തെ അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പിതാവായ ദൈവത്തിൻ്റെ ചിത്രമാണ് പുത്രനായ യേശുവിൻ്റെ കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിലൂടെ നമ്മൾക്ക് വെളിപ്പെട്ട് കിട്ടുക.
ആ ഒരു സ്നേഹത്തിലേക്കാണ് നമ്മൾ നടന്നെടുക്കേണ്ടത്. 16-ാം നൂറ്റാണ്ടിൽ വിശുദ്ധിക്കുണ്ടായ ദർശനങ്ങളുടെ വെളിച്ചത്തിൽ സാവധാനം തിരുഹൃദയ ഭക്തി സഭയിൽ ഉരുവെടുക്കുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിലാണ് ഇത് സഭയുടെ ഔദ്യോഗികമായ ഒരു തിരുനാളായിട്ട് പരിശുദ്ധ പാപ്പ ഉയർത്തുക. ഈ തിരുനാൾ ആഘോഷം വഴിയായി സഭ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ കാര്യമുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ ആധുനികതയുടെ എല്ലാവിധ കെട്ടുപാടുകളിലും കഴിഞ്ഞിരുന്ന ജനങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുക എന്ന ദൗത്യമാണ് ഈ തിരുനാളിലൂടെ സഭ ഏറ്റെടുത്തത്. ആധുനികതയിൽ യുക്തിക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളത്. യുക്തിയിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ് നേട്ടം. എന്നാൽ യുക്തിക്കപ്പുറമായിട്ട് ഹൃദയത്തിൻ്റെ വാഞ്ചനയെ തേടുക എന്നുള്ള മഹത്തരമായ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ്, അവിടുത്തെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ തേടുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായ അർത്ഥതലങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വിശുദ്ധ മാർഗരറ്റ് മേരി അലക്കോക്കിൻ്റെ വാചകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നമ്മൾ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു എന്ന ചിന്തയിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് ഈ ലോകത്തിൽ എന്തും ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ദൈവസ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ അവർക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്ന ബോധ്യത്തിലൂടെ മാത്രമേ നമ്മൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്ന ചിന്തയിലൂടെ മാത്രമേ നമ്മൾക്ക് മറ്റുള്ളവരുടെ പാപങ്ങൾ പൊറുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്രകാരം നമ്മളെ ദ്രോഹിക്കുന്നവരെ നമ്മോട് ചേർത്ത് നിർത്താൻ സാധിക്കണമെങ്കിൽ നമ്മളും ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നു, സംരക്ഷിക്കപ്പെടുന്നു, പൊറുക്കപ്പെടുന്നു എന്ന ചിന്തയിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഭവനങ്ങളിൽ തിരുഹൃദയത്തിൻ്റെ രൂപം എഴുന്നള്ളിച്ചു വയ്ക്കുമ്പോൾ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുക? ദൈവസഹനത്തിൻ്റെ ആഴങ്ങളിലൂടെയും ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലൂടെയും നമ്മൾ നമ്മുടെ കുടുംബത്തെ പാകപ്പെടുത്തിയെടുക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. യേശുനാഥൻ സ്വന്തം ഹൃദയം പിളർന്നുകൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹമായി മാറിയതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന വ്യക്തികളായി തീരാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരിശുദ്ധ ദിവ്യകാരുണ്യത്തെക്കുറിച്ച് പറയുന്നത് അത് മുറിക്കപ്പെട്ട അപ്പം എന്നാണ്. ഇപ്രകാരം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി നമ്മൾ സ്വയം മുറിക്കപ്പെടുമ്പോഴാണ് തിരുഹൃദയ ഭക്തി കൊണ്ട് നമുക്ക് അർത്ഥം കണ്ടെത്താൻ സാധിക്കുക. നമ്മൾ ബൈബിളിൽ ഹൃദയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിൻ്റെ ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ തിരുഹൃദയം എന്ന് പറയുന്നു. പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ വിമല ഹൃദയം എന്ന് പറയുന്നു. ഇപ്രകാരം നമ്മുടെ ഹൃദയങ്ങളും യേശുവിൻ്റെ തിരുഹൃദയം പോലെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം പോലെയുമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വചനത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്: നമ്മൾ ഭക്ഷിക്കുന്നതല്ല നമ്മളെ അശുദ്ധരാക്കി മാറ്റുക, എന്നാൽ നമ്മുടെ ഹൃദയ വിചാരങ്ങളിൽ നിന്നും വരുന്ന തിന്മകളാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുകയെന്ന്. നമ്മൾ ഈ തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയും പുണ്യപ്പെട്ട, ഭാഗ്യപ്പെട്ട, വിശുദ്ധമായ തിരുഹൃദയമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുഹൃദയത്തിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.